നമസ്കാരം. വോയിസ് ഓഫ് യൂത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തിരുവിതാംകൂറിന്റെ അഭിമാനമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഇന്നത്തെ ജനങ്ങളുടെ മനസ്സിലുള്ള ഭയപ്പാടുകൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഭയപ്പാട് ഒന്നിനോടും ഇല്ല. ഇല്ല, ദൈവത്തെയും ഇല്ല ഭയം. ഭഗവാനെ മാത്രമേ ഉള്ളൂ. ഓക്കേ. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ട പേടിക്കേണ്ട കാര്യമില്ല. ഒന്നിനെ കുറിച്ച് ഒരു മനസ്സിലൊരു ടെൻഷനോ അങ്ങനെ ഒരു ഇത് ടെൻഷൻ മനുഷ്യനല്ലേ, ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഉണ്ടാവും. നമുക്ക്. അത് പറയാൻ പറ്റില്ല എന്നാണ്. കാരണം ദിവസവും നമുക്ക് ടെൻഷൻ ആണല്ലോ. ആണ് ഇന്നത്തെ അല്ലേ, മനുഷ്യന് മനുഷ്യരല്ലേ? ടെൻഷൻ ഇല്ലാത്ത ആരുമില്ല. 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 പക്ഷെ എല്ലാം ഈശ്വരനിൽ നമ്മൾ സമർപ്പിക്കുമ്പോ ഇതൊന്നും തരണം ചെയ്യാൻ നമുക്ക് അതിനുള്ള ശക്തി ശക്തി ഉണ്ടാവും. ഉണ്ടാവും. അല്ലാതെ മനസ്സിനുള്ളിൽ ഒരു ഭയം ഇല്ല, ഭയമില്ല, ഭയന്നിട്ട് കാര്യമില്ല. കാര്യമില്ല. ഇന്നത്തെ ലോകം അങ്ങനെയാണ് കൊണ്ടുവിടുക. അപ്പൊ കാക്കിയാണ് ഭയപ്പെടുന്നത്, കാക്കി മാത്രമുള്ള ഭയമായിട്ട്, അല്ല വേറെ ഒന്നിനെ വേറെ ഭയക്കുന്നില്ല. ഒന്നുമില്ല. ഇല്ല. പടച്ചവനെ ഭയമില്ല. പടച്ചനെ ഭയമുണ്ട്, പിന്നെ അത് എന്റെ ഉള്ളു. പിന്നെ ഓക്കേ, കാക്കി അത് ശരി. പിന്നെ കലിപ്പില്ലാതെ അങ്ങ് പോകും. നമ്മൾ കൂടെ ഉണ്ടാവും. കൂടെ ഉണ്ടാവും. ഓക്കെ. നല്ല ചെയ്താ നല്ല ഈ ലോകത്ത് ഭയപ്പെടുന്നത് അത് മാത്രമേ ഉള്ളൂ. ഏതിനെയാണ്? കാക്കിയാണ്. അത് ഈ പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ളൂ ഭയം. ഭയം പെണ്ണുങ്ങളെയാണ് ഭയം. അതെന്താണ് കാരണം? എന്താണ് ഈ ഭയം ഇത്? നിങ്ങൾ ചോദിച്ചതിന് ഒരു മറുപടി. പറ്റിക്കപ്പെടുത്തുന്നവര് പെണ്ണുങ്ങളാണെന്നാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. எதுக்கும் பேடி இல்ல. ഒതുക്കും പേടിയില്ല, കടവുളും പേടിയില്ല. கடவுளுக்கு மாத்திரம் தான் பயம். ഭയമുള്ളത് കടവുൾ മാത്രം. கடவுள் மாத்திரம் അല്ലാതെ വേറെ ഒന്നും തേവയില്ല. தேவை. ഇല്ല. ഇതുവരെ ഞാൻ മൈക്ക് പിടിച്ച് സംസാരിച്ചിട്ടില്ല. ഓക്കെ, പറഞ്ഞോളൂ. NSS-ലെ ഒരു പ്രാവശ്യം മൈക്ക് പിടിച്ച് സംസാരിക്കുമ്പോ അങ്ങനെ വിറയ്ക്കുമായിരുന്നു. അപ്പൊ ഞാൻ മൈക്ക് ഓ, പിടിച്ച് മൈക്ക് പിടിക്കുന്ന ഒരു ഭയമാണ്. മൈക്ക് പിടിക്കുന്ന ഓ, ഭയമുണ്ട്. അല്ലാതെ ഒന്നിനും പേടിയില്ല. അല്ലാതെ പേടിയൊന്നും ആൾക്കാരെ ഫേസ് ചെയ്ത് നിൽക്കാൻ ഒരു ഭയം അല്ലേ? അതാണോ? ഫസ്റ്റ് ടൈം അങ്ങനെ ഇതായിട്ട് നിന്നിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈം അങ്ങനെ പിടിച്ച് നിൽക്കുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. ഇനി ഈ ഭയത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ഒരു കുറച്ച് കോൺഫിഡന്റ് എടുത്താൽ ശരിയാവത്തില്ലേ? ഞാൻ അത് അന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങനെ വരുമ്പോ പേടി മാറുമായിരുന്നു. പേടി മാറും. അതിനെ മാത്രമാണ്, ഈ മൈക്ക് കയ്യിലെടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണോ പേടിക്കുന്നത്? അല്ലാതെ വേറെ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ ബോയ്സിനെയൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ പേടിയൊന്നും പേടിയില്ല. ഭയപ്പെടുന്നത് എന്തിനെയാണ്? ഇതിന് എന്തിനാണ്? മൈക്കിനെയാണോ? അച്ചടാ, ജീവൻ ജീവനാണ് ഭയപ്പെടുന്നത് അല്ലേ? അല്ല വേറെ ഒന്നിനും ഭയമില്ല. അല്ലാതെ എന്തിനും ഭയമില്ല, വേറെ ഭയം ജീവനെയാണ് ഭയം. അപ്പൊ ഈശ്വരന് ഭയമില്ലേ? ഭയമുണ്ട്. ഭയമുണ്ട്. അങ്ങനെ പറഞ്ഞ എല്ലാത്തിലും ഭയമാണല്ലേ? നല്ല ജീവന്റെ കാര്യത്തിലാണല്ലേ? ഇന്നത്തെ ജീവനൊന്നും വലിയ ഗ്യാരണ്ടി ഇല്ല. ഗ്യാരണ്ടി ശരിയാണോ? അതെ. എന്താണ് മെയിൻ കാരണം ഈ ജീവന് ഗ്യാരണ്ടി ഇല്ലാതെ? ഗ്യാരണ്ടി പറയാൻ പറ്റൂലല്ലോ. ഫുഡ് അതിന്റെ ഇതാണോ? മേ ബി ആയിരിക്കാം. പിന്നെ വേറെ എന്തൊക്കെയായിരിക്കാം? വേറെ അസുഖങ്ങളുണ്ടല്ലോ ഇപ്പൊ എല്ലാത്തിനും ഓരോ അസുഖങ്ങള് അത് ജനങ്ങളായിട്ട് വരുത്തുന്നതല്ലേ? ആയിരിക്കാം. ഈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഫ്രഷ് ആണോ? Fruits നമുക്ക് വരുന്നതാണ്, നമ്മള് ചെയ്യുന്നതല്ലല്ലോ ഫാമില്. അത് പുറത്തുനിന്നാണ് എല്ലാം എടുക്കുന്നതൊക്കെ അല്ലേ? നമുക്ക് വരുന്നതാണ്. ലൈബിളി എന്നത് ഉങ്ക ഭയപ്പെടുത്. നീ ഭയപ്പെടുന്നില്ല. എന്നോട് ലൈഫ് ആ, ലൈഫാണ് ഭയം. അല്ലാതെ നോ മണി, നോ ജീവൻ. ആൾവേസ് അൾട്ടിമേറ്റ്. ഓക്കെ, നമ്മൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യണവർ നമ്മൾക്ക് ചീറ്റ് ചെയ്യത്തില്ലേ? യെസ്, അതാണ് വേറെ ഒന്നിനെയും ഭയമില്ല. നമ്മള് അത്രയും വിശ്വാസം, അത്രയും അവരെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അവര് നമ്മളെ ചീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ അങ്ങ് ഡൗൺ ആയി പോകും. അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലേ ഡൗൺ ആവുന്നത്. അല്ല വേറെ ഒരു കാര്യത്തിലും അല്ല, ഒരു കാര്യത്തില് വീട്ടുകാരുടേതിലായാലും ഒന്നിലും അല്ല. അപ്പൊ നമ്മള് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ അറ്റാച്ച് ആയ ഇവിടെ ചങ്സ് ആയിട്ട് നടന്നിട്ട് നമ്മളെ വിട്ടു പോകുന്നത് അവർ നമ്മളെ കൂടെ നിന്ന് എല്ലാ ഫീലിങ്സും നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്തിട്ട് ആ. അവസാനം നമുക്കൊരു ഹെൽപ്പ് വരുമ്പോൾ അവരില്ല, ഉണ്ടാവില്ല. നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ ഒറ്റപ്പെട്ടു. അതിലാണ് ഏറ്റവും കൂടുതൽ ഈ മനുഷ്യ ജീവിതം അല്ലേ? ഡൗൺ ആയിട്ടുണ്ട്. അതിൽ നിന്ന് സ്ട്രഗിൾ ചെയ്താണ് ഞാൻ കൂടെ നിൽക്കുന്നത്. ഓക്കെ. ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, നമ്മളിപ്പോ എത്ര നമ്മള് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ അങ്ങനെ ഒരുപാട് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അതെന്റെ അനുഭവം കൊണ്ട് പറയണം. കാരണം ഇപ്പം ഈ ലോകം പോകുന്നത് തന്നെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആരെയും ഇപ്പം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മനുഷ്യൻ ഈ എന്താ പറയാ, ഈ ഓന്ത് നിറം മാറുന്ന പോലെയാണ്. അത് തന്നെയാണ്. അതാണ് നമ്മളിപ്പോ പുറമെ നമ്മളോട് എത്ര വർഷം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ റിയൽ ക്യാരക്ടർ പുറത്ത് വരും. അപ്പൊ കാരണം നമുക്ക് ഒരു ലൈഫ് പാർട്ണർ ഇന്ന് തെരഞ്ഞെടുക്കാൻ പോലും ഇന്ന് പറ്റാത്തൊരവസ്ഥ. അതാണ് കൂടുതലും ഗേൾസ് ഇപ്പൊ മാരേജ് വേണ്ടെന്ന് പറയുന്നത്. കാരണം അവര് കുറച്ചു കാലം നമ്മളെ കൂടെ നല്ല രീതിക്ക് ഇരിക്കും. പിന്നെ ആകുമ്പോ അവർക്ക് നമ്മളെ ഒരുമാതിരി അവർക്കൊരു ഡിസ്റ്റർബ് ശല്യമായി തുടങ്ങും. അതെ. അതിലാണ് അവർ നമ്മളടുത്ത് ദേഷ്യപ്പെടുന്നതും പറയുന്നതും. അങ്ങനെ ഇപ്പൊ ഒരാൾ തന്നെയാണ് കൂടെ നിക്കണമെന്നൊരിതില്ല. അവർക്ക് അപ്പൊ നമ്മളൊരു ചേഞ്ച് മടുത്തു തുടങ്ങും അവർക്ക്. എന്നാൽ നമ്മളവര് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. ലൈഫ് തന്നെ പേടിയാ. പെട്ടെന്ന് കാണുന്നവരെ വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് കാര്യം അയാളോട് ആത്മാർത്ഥമായിട്ടായിരിക്കും പറയുന്നത്, ആരോടും പറയരുത് എന്ന് പറയുന്നത്. പക്ഷെ അവരതിനെ അതിൽ വിശ്വാസ വഞ്ചന കാണിക്കുകയാണ്. അല്ലാതെ വേറെ ഒരു കാര്യത്തിലും ഭയമില്ല. പഠിത്തത്തിലോ ജോബിന്റെ കാര്യത്തിലോ അങ്ങനെ ഒന്നും നമ്മള് സ്വന്തമായിട്ട് നേടേണ്ട കാര്യം. ഇതിലൊരു ഡൗൺ വന്നാൽ അതിൽ നിന്നും ഒരു മുന്നേറ്റം ഉണ്ടാവില്ല അല്ലേ? വിശ്വാസ വഞ്ചന കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാടില്ല.
ഒന്ന് അതോടെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ലൈഫ് Life. എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ ഈ കാഷ്വൽ ആയിട്ടുള്ള Casual ആയി. ഒരു ലൈഫിൽ നോക്കുമ്പോൾ ഈ വിശ്വാസവഞ്ചന കാണിക്കുന്നവരെ ഭയമാണ്. ഭയപ്പാടാണ്. ഇനി അങ്ങനെ ഒരു വ്യക്തി വന്നാലും ഭയക്കും. ഭയക്കും. ആദ്യം ഭയന്നിട്ട് പിന്നെ മുന്നോട്ട് വേണോ വേണ്ടയോ എന്ന് നോക്കി തീരുമാനിച്ചിട്ട് എന്നെ അറിയാന്നുള്ള എന്റെ ഫ്രണ്ട്സിനെ ആ. എന്റെ കാര്യങ്ങളൊക്കെ അറിയാന്നുള്ള എന്റെ ഫ്രണ്ട്സിനെയാണ് എനിക്ക് പേടി. പേടി. കാരണം ആ. ഇവര് പിന്നീട് എന്റെ ലൈഫിൽ വന്നിട്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ എന്നെ ഒരുപാട് കാര്യങ്ങൾ പാസ്റ്റ് ഒക്കെ അറിയാന്നുള്ളവരുണ്ട്. ശരി ശരി ശരി. അങ്ങനെ എന്ന് പറഞ്ഞാൽ കാര്യങ്ങള് നമ്മുടെ മനസ്സിലുള്ള എല്ലാ സീക്രട്ടും അറിയാവുന്നവര്. അറിയാവുന്ന ഒരാള്, ഓക്കെ. ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരാള്, ആ. അവരെയാണ് എനിക്ക് പേടി. നിങ്ങളുടെ ലൈഫിൽ അതൊരു ബുദ്ധിമുട്ടാകുമോ എന്ന് പറയാൻ, അല്ലാതെ വേറെ ഒന്നിലും അല്ല. പേടിയുണ്ട്. ഒന്നിനും പേടിയില്ല. പേടി. ഇതിന് ഈശ്വരനെ പേടിയുണ്ട് അല്ലേ? ഈശ്വരനെ പേടി ചെറുതായിട്ടേ ഉള്ളൂ. പേടിക്കണമല്ലോ. അവര് പേടിക്കണം. ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നേരെ വരുന്ന വെല്ലുവിളികളൊക്കെ ഇല്ലേ. അതാണ് ഇപ്പോ നമ്മുടെ അടുത്ത് നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയത്തില്ലേ, നമ്മളെ ഡൗൺ ചെയ്യുന്ന. ഡൗൺ ആയി പോകും. ആ യെസ്. ഒരാൾ വന്ന് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് നീ അത് നിന്നെ കൂട്ടിയാ കൂടത്തില്ല, അത് പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് ഡൗൺ ആയി പോകും. യെസ് യെസ് യെസ്. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ ആ പറ്റില്ല, അത് നമ്മളെ തളർത്തുക. തളർച്ചളയുക, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ആ അതെ. അപ്പൊ അവരെയും പേടിയാണ്. പേഴ്സണലി പറഞ്ഞാൽ എനിക്കിപ്പോ ഈ പറയുന്നവരാരും ഇല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എനിക്കുണ്ട്, കൂടെ ഉണ്ടാവും കൂടെ ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ് എപ്പോഴും ഉള്ള. ഹാപ്പിനെസ്. ഉള്ളിൽ ഭയവും വച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. അവരോട് എന്താണ് തനിക്ക് പറയാനുള്ളത്? അവരോട് പറയുന്നത് ഇപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടാവും, ആരെങ്കിലും നമ്മുടെ പാർട്ട്ണർ തീർച്ചയായും. ആരെങ്കിലും ഒരാളുണ്ടാവും. ഉണ്ടാവും. അപ്പൊ പിന്നെ നമുക്ക് സെൽഫായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് വേണം. അതെ മറ്റുള്ളവർ പറയുന്ന കേൾക്കാതെ നമുക്കായിട്ടൊരു തീരുമാനം വേണം, നമുക്കായിട്ട് സെൽഫില് ഒരു അഭിപ്രായം വേണം. അങ്ങനെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മള് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് തളർന്നു പോകില്ല. സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അവരുടെ മനസ്സ് അത്രയ്ക്ക് അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുക ചെയ്യും. ആ, അതെ. കാരണം അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ചിലപ്പോ അവർ ലൈഫിന്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് പോയിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവർക്ക് തകർന്നു പോവുക. അതെ അതെ. അവര് ഒന്നി പറഞ്ഞ് തിരിച്ച് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ അങ്ങനെ ആളില്ല എങ്കിൽ അവരോട് എന്താണ് തനിക്ക് പറയാനുള്ളത്? വേറെ ഒരാളില്ലാന്നുണ്ടെങ്കിൽ അവര് ചിന്തിക്കണം. കാരണം ഇത് അവരുടെ ഭാഗത്തിനാണ്. അവർക്ക് എവിടെയോ പറ്റിപ്പോയ ഒരു മിസ്റ്റേക്കിന്റെ പേരിലാണല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നത്. അതെ അതെ. എല്ലാവർക്കും ആ ഒരു കോൺഫിഡന്റ് ഉണ്ടായിന്ന് വരില്ല. അതാ ഞാൻ അപ്പൊ പറയുന്നത്. ഇവര് ആദ്യമേ മനസ്സിലാക്കും, ഒന്നേ ഒരു നല്ലൊരു കൗൺസിലിങ്ങിന് പോകുക, അല്ലെങ്കിൽ ഇവർക്ക് പറ്റിപ്പോയി ഇന്നടുത്താണ് എനിക്ക് തെറ്റ് പറ്റിയത്. മനസ്സിന്റെ ധൈര്യം നമ്മൾ തന്നെ ഇപ്പൊ തിരിച്ചെന്ന് ചിന്തിക്കണം. ഇങ്ങനെയാണ് കാര്യങ്ങള്. ഇപ്പൊ നമ്മളെ തളർത്താൻ ഒരുപാട് പേര് കാണും, പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ മതി. ആ ആരെങ്കിലും ഒരാൾ കാണാം, ലൈഫിലുണ്ടാവും. ആ ഒരാള് പറയുന്നത് കേൾക്കാം, പിന്നെ നമുക്കായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുക. ഇതുകൊണ്ടൊന്നും തീരത്തില്ല. ഇപ്പൊ ആരെങ്കിലും പറയും നമ്മളെ തളർത്താൻ പറ്റത്തില്ല, അതെ അവിടെ തീർച്ചയായും. പിടിച്ചു നിൽക്കണം. നമ്മുടെ മനസ്സിന്റെ ധൈര്യമാണ്. അതെ അതുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനും സക്സസിൽ എത്താനും പറ്റും. ഫ്യൂച്ചർ നോക്കുക. അത് ഇനി അതിനെ ഭയപ്പെടുത്തിയിട്ട് കാര്യമല്ല, നമ്മൾ ഫേസ് ചെയ്യാൻ നിൽക്കുക. അല്ലാതെ Yes, yes, അത്രേ ഉള്ളൂ. ഭയപ്പെടുന്ന കാര്യമല്ല. നമ്മൾ ഭയം ഇനി സിറ്റുവേഷൻ ഭയം ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നേരിടാം. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും. ബ്രൈറ്റ് ആയിട്ട് നേരിടാൻ തന്നെ നോക്കും. അല്ല ഓരോരുത്തരുടെയും തോട്ട്സ് വ്യത്യസ്തമാണ്. ആ യെസ്. അപ്പൊ എനിക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാനാണ് എല്ലാത്തിനും ഇഷ്ടം. ഓക്കെ. മിക്കവർക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ കാരണം ഇങ്ങനെ ഒരുപാട് എന്താ പറയാ ടെൻഷനും പ്രോബ്ലവും മനസ്സിൽ വെച്ച് ഭയം പലതരത്തിലാണ് മനുഷ്യന് പലതരത്തിലുള്ള ഭയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിലൊക്കെ അടിഞ്ഞുകൂടി ഒരു റൂമിനകത്തിരിക്കുന്ന ഒരുപാട് മെന്റൽ ഡിസോർഡേഴ്സ്, പല അസുഖങ്ങൾ വരുന്നവരുണ്ട്. അതെ, അപ്പൊ അങ്ങനെയുള്ളവരോ അവർക്കൊക്കെ എന്തൊക്കെ മോട്ടിവേറ്റ് ചെയ്താൽ നന്നായിരിക്കും? അവരുടെ നമ്മളെപ്പോഴും മൈൻഡ് ഫ്രഷ് ആക്കാൻ നോക്കുക. അതായത് Yes. നമ്മള് പഴയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടതെന്നല്ല, പക്ഷെ നമ്മൾ കൂടുതൽ കടന്ന് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. എപ്പൊ പ്രസന്റ് ജീവിക്കുക, എപ്പോഴും പ്രസന്റ് ജീവിക്കുക. അതാണ് നല്ല രീതിയിൽ അല്ലെ, ഇന്ന് നടക്കുന്നതിനെ പറ്റി പാസ്റ്റ് അതിനെ കുറിച്ച് ചിന്തിക്കാൻ. ചിന്തിക്കുമ്പോഴും ഓവറായിട്ട് സ്ട്രെസ് കൊടുക്കാതെ നമ്മൾ ബ്യൂട്ടിയെ പറ്റി ചിന്തിക്കുക. ഫ്യൂച്ചറിന്റെ ബ്യൂട്ടിയെ പറ്റി, Yes, yes. പാസ്റ്റിലെ മെമ്മറീസ്, ബ്യൂട്ടി ആയിട്ടുള്ള മെമ്മറീസിനെ പറ്റി ആലോചിക്കുക. ഈ പഴയ കാലങ്ങൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്താണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഡൗൺ ആവുന്നത് അല്ലെ. അതെ. അതിനാണ് ഇന്ന് ഓരോരുത്തരുടെ ജീവിതം ഈ 4 മുറുകെ അല്ലെങ്കിൽ ചെവരുകൾക്കുള്ളിലാകുന്നത് അതെ. അല്ലെ. അപ്പൊ അതിനോട് പോവാതെ നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കിട്ടിയ ക്ലിയർ ആവും അല്ലെ. കുറച്ച് പാട്ടൊക്കെ മ്യൂസിക് ഒക്കെ കേൾക്കാം. അതെ, എല്ലാം നമ്മുടെ മൈൻഡിന്റെ ഒരു ശക്തികളാണ്. കുറച്ച് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസിലൊക്കെ കയറുമ്പോ അവരെ തിരിച്ചെടുക്കാം അല്ലെ. എന്നെ സംബന്ധിച്ച് അങ്ങനെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കണം. എല്ലാത്തിലും അങ്ങനെയാണ്. ഏതൊരു കാര്യം വന്നാലും നേരിടും. നേരിടും. അത് നോക്ക് നമ്മള്, അപ്പോഴാണ് നമ്മള് ആ യെസ് യെസ്. ഇത് കണ്ടോണ്ടിരിക്കുന്നവരോട് അതാണ് പറയാനുള്ളത്. അതെ, സന്ദർഭം വരുമ്പോ മാത്രമാണ് നമ്മള് കറക്റ്റ് പറഞ്ഞ അറിഞ്ഞൂടാ, വരണത്ത് വെച്ച് കാണാം അത്ര. വരണടുത്ത് വെച്ച് കാണാം. എന്നാലും ഫ്രണ്ട്സ് ഒക്കെ കൂടെ നിൽക്കുന്നവരാണ്. ആ friends ഒക്കെ. വീട്ടുകാർ പേടിയില്ല. അച്ഛനമ്മേനെയും പേടിയുണ്ട്. പേടിയുണ്ട്. പിന്നെ ഈശ്വരനെ പേടിയുണ്ട്. അങ്ങനെ ചോദിച്ചതല്ലേ, പറഞ്ഞു പറഞ്ഞു വരുമ്പോ പേടിയാണ്. പേടിയാവണോ? പേടിയാവുന്നു. ക്യാമറ കൊണ്ടുവരണത് എന്താ എനിക്ക് ക്യാമറ കൊണ്ടുവരണ അല്ലാതെ മൈക്കോട് സംസാരിക്കാൻ പേടിയില്ല, അതും പേടിയാ. കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പേടിയാവോ എന്ന് വെച്ചാൽ കേൾക്കുമ്പോ കേൾക്കും. പേടിയാവും. അവരിങ്ങനെ പറയുമ്പോഴേ ആ, പറയണ പറഞ്ഞ പേടിയാവും. പേടിയാവും. അല്ലാതെ ഇപ്പോഴും ഇയാൾക്ക് എന്താണ് പേടി തോന്നിയിട്ടുള്ളത്? ഇപ്പോഴും അത് തന്നെ
ഇപ്പോഴും അതിങ്ങനെ കേൾക്കുമ്പോ പെട്ടെന്ന് ഞാൻ ആ ഒരു മൈൻഡിലോട്ട് പോകും. ഫ്രീ ആവുമായിരിക്കും ഈ ഒരു ചിന്ത അത് ഞാൻ തന്നെ സ്വയം എന്റെ മനസ്സിനെ മാറ്റിയെടുത്താൽ മാറ്റിയെടുക്കും. സ്റ്റേജിൽ കയറാൻ ഭയമാണ്. അതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ആൾക്കാരെ ഫേസ് ചെയ്യാനും അല്ലേ ഒരു കോൺഫിഡന്റ് കുറവല്ലേ. ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ കൂടെ സപ്പോർട്ട് ചെയ്യൂലേ? സപ്പോർട്ട് ചെയ്യും. ഇപ്പം കുറച്ചെങ്കിലും അത് മാറ്റം ഉണ്ടായില്ലേ? ഇപ്പൊ നമ്മളെ ക്യാമറ തന്നെ ഫേസ് ചെയ്യുന്നില്ലേ? എന്തായാലും അതൊക്കെ ഒന്ന് സ്വന്തമായിട്ട് ഇയാൾക്ക് ഏറ്റെടുത്താൽ മതി. ക്ലിയർ ആ കേട്ടോ. ഭയമുണ്ട്. പ്രേതത്തിലൊന്നും വിശ്വാസമില്ല കേട്ടോ. അത് വിശ്വാസമില്ല, ഭയമില്ല. അവര് ഏത് ഭയപ്പാടുകളായാൽ പോലും ഇപ്പൊ ഇങ്ങനത്തെ ഇയാൾ പറഞ്ഞ അതേ ഭയപ്പാടുകൾ ഫ്രണ്ട്സിനോട് അല്ലെ ഷെയർ ചെയ്യുമ്പോൾ അല്ലെ വീട്ടുകാരോട് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് മനസ്സിന് അല്ലെ ഇപ്പം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഒരാളോട് സംസാരിക്കാതെ എത്രത്തോളം സൈലന്റ് ആകുന്തോറുമാണ് അവന്റെ മെന്റാലിറ്റിയിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്, വീക്ക് ആവുന്നത്. അടുത്ത ആരുടെടുത്തെങ്കിലും എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും, പറഞ്ഞാൽ നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്ന് അറിയാന്നുള്ള ഒരാളടുത്ത് നമുക്കിത് പറയാം. പറയുമ്പോഴത്തേക്കും അവര് നമുക്ക് അവരെ എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ പോലെ അവരെന്തെങ്കിലും പറഞ്ഞു തരും, അല്ലെങ്കിൽ അവരെ കുറച്ച് സിറ്റുവേഷൻസ് നമ്മളുടെ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് തന്നെ സ്വയം പിന്നീട് അത് ചിന്തിച്ച് നമുക്ക് തന്നെ സ്വയം അത് മാറ്റാവുന്നതേ ഉള്ളൂ. എന്താ പറയാ വിഷമം വരുന്നവർ ചിലർ കരയത്തില്ല, കണ്ണുനീര് വരാതെ മനസ്സിൽ ഈ എല്ലാം എന്താ പറയാ ഇയാൾ പറഞ്ഞ ഓവർ തിങ്കിങ് ചെയ്ത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് മെന്റലി ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നവരാണ്. പക്ഷെ നമുക്ക് സങ്കടം വരുമ്പോ ഈ കരഞ്ഞു തീക്കുന്നത് നല്ലതാണോ? നല്ലതാണ്. അത് ഞങ്ങള് സൈക്കോളജി പഠിക്കുന്നതാണ്. അത് ദമനം എന്നാണ് പറയുന്നത്. ദമനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് അത് ഉള്ളില് നമ്മളിങ്ങനെ വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കണം. നമുക്ക് അപ്പോഴെന്താണ് തോന്നുന്നത് അല്ലെ? ഇപ്പൊ കരയാൻ തോന്നുന്നത്, ചിരിക്കാൻ തോന്നുക, ഫീലിങ്സ് എന്താണോ അത് എക്സ്പ്രസ് ചെയ്യാത്തതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡൗൺ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല അത് നമ്മള് ഉള്ളിൽ ഇങ്ങനെ നമ്മള് ഒരു അബോധ മനസ്സില്ലേ, അതെ അതെ, അതിങ്ങനെ അത് റീഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെ അതെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ മെന്റലി ഡിപ്രസ് ആയി പോകുന്നത് ഇങ്ങനെ സ്വയം എല്ലാം അടിച്ചമർത്തി മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. ആണ്. അപ്പൊ ഇത് ഒരാള് ഷെയർ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഷെയർ ചെയ്യണം. മീൻസ് നമുക്ക് ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, ഫ്രണ്ട്സ് കാണും, വീട്ടുകാർ അല്ലെങ്കിൽ ബ്രദർ, അങ്ങനെ എന്തെങ്കിലും സിബ്ലിങ്സ് കാണും, പാരന്റ്സ് കാണും, അവരുടെ അടുത്ത് ഷെയർ ചെയ്യും. പക്ഷെ ഇത് സ്വന്തമായിട്ട് അവര് അല്ലെ മനസ്സിൽ വെക്കുന്നത് കൊണ്ടാണ് മെയിൻ ആയിട്ട്. അങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് മെയിൻ ആയിട്ട് അവർക്ക് ഇങ്ങനെ മെന്റലി പ്രോബ്ലംസ് ഒരുപാട് വരും. ഉറക്കക്കുറവ് അല്ലേ? എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും ഇങ്ങനെ ഇതൊക്കെ മനസ്സിൽ വെക്കുന്നത്? പിന്നെ ആൻസൈറ്റി, അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആണല്ലോ. അയാളുടെ ലൈഫ് അയാൾ സ്പോയിൽ ചെയ്യാണ് അല്ലേ? ഇപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്നവരോട് എന്ത് പറയണ? ഫ്രീ ആയിട്ട് നടക്കുക, ഫ്രീ ആയിട്ട് നടക്കുക, എക്സ്പ്രഷൻസ് എല്ലാം നമ്മള് പ്രകടപ്പെടുത്തുക. നമ്മള് ഒരു ഉള്ള ലൈഫ് എൻജോയ് ചെയ്യുക മാക്സിമം. നമുക്ക് ഇന്നില് ജീവിക്കാൻ ശ്രമിക്കുക. സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. സാമ്പത്തിക പ്രശ്നമാണ്, വേറെ ഒന്നിലും പേടിയില്ല. സാമ്പത്തികം അല്ലേ വലിയൊരു ബാധ്യതയാണ്. അതിന്റെ അടിത്തറ തന്നെയാണല്ലോ. ആണ്. ഇതില് മതവിശ്വാസത്തില് അത് ഭയമുണ്ട്, ഏകത വിശ്വാസത്തില് ഭയമുണ്ട്, അല്ലാതെ വേറെ ഒന്നിലും ഭയം. സാമ്പത്തിക ബാധ്യത എന്ന് പറയുമ്പോൾ ഇപ്പോ ഫാമിലി ആയതാണ്. പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസം കഴിയുന്ന സമയത്ത് ഏൺ ചെയ്ത് പുതിയൊരു വഴിവെട്ടി അവർ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിട്ട് കുറച്ച് പാടുപെടും. അപ്പൊ സാമ്പത്തികമായിട്ടാണ് ചേട്ടൻ ഭയപ്പെടുന്നത് അല്ലെ? വേറെ ലൈഫിൽ ഒരു ഇതുമില്ല. പിന്നെ ഈശ്വരനെ ഭയമുണ്ട്, അല്ല വേറെ ഒന്നിനെ പറ്റിയില്ല. വേറെ നിങ്ങളുടെ അറിവിലുള്ള ഫ്രണ്ട്സ് ആയാലും എപ്പോഴും ഈ ഫിനാൻഷ്യലിനെ പറ്റിയാണോ പറയുന്നത്? നിങ്ങൾ കൂട്ടുകൂടുമ്പോഴും പറയുന്നത് ഇതാണല്ലേ? ലൈഫ് ഇപ്പൊ പെട്ട് നിൽക്കുകയാണ്. അത്യാവശ്യം നിങ്ങൾക്ക് ആരെങ്കിലും കടമൊക്കെ ചോദിച്ചാൽ ക്യാഷ് ഒക്കെ തരാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ തരാറുണ്ട്. ആ ഒരു വിശ്വാസം ഉണ്ട്. അല്ലാതെ നമുക്കിപ്പോ ഒന്നും ഒരു ആവശ്യം, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നു, ഇപ്പൊ നമുക്ക് കിട്ടാതെ വന്നു, അല്ലെങ്കിൽ നമുക്ക് തരാതെ ആരെങ്കിലും അങ്ങനെ കൂടെ നിൽക്കുന്നവരാരെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട്? ഇല്ല, അത് എനിക്ക് റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സും ഒക്കെ നല്ല സപ്പോർട്ടാണ്. വേറെ അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും എന്താ പറയാ ഒരു അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകണം വിചാരിച്ചു പോയി നിന്നു, പക്ഷെ കയ്യിലും ക്യാഷുള്ള ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഉള്ളിലൊരു ഭയം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് ഞാൻ പോയി നിന്നാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഭയപ്പെടുന്നവരുണ്ട്. ഇപ്പൊ ഇന്ന ദുബായിൽ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയിട്ട് എനിക്ക് ലാംഗ്വേജ് അറിയാതെ, അതും ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ലാംഗ്വേജ്, എല്ലാ ലാംഗ്വേജും അറിയാവോ ചേട്ടന്? ഹിന്ദിയും മലയാളം അറിയാം. പുറത്തിരുന്നിട്ടുണ്ടോ? സൗദിയില് ഇരുന്നിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോ ലാംഗ്വേജ് പ്രോബ്ലം ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ലാംഗ്വേജ് പ്രോബ്ലം അല്ലേ, ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ ഈ എന്താ പറയാ പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും എനിക്ക് ഇപ്പൊ ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന അല്ലേ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ചേട്ടന് ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഭയം ഉണ്ടായിട്ടില്ല. എങ്ങനെയായാലും മുന്നോട്ട് പോകും അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി പ്രോബ്ലം ആണ്. എന്തായാലും അതൊക്കെ ശരിയാകട്ടെ. പാമ്പിന് ഭയമാണ്. അതെന്താണ്? എന്തെങ്കിലും ഇല്ല, പണ്ടോട്ട് അല്ലാതെ കാണുമ്പോ ഒരു
പാമ്പിനെയാണ് ഭയം, അല്ല വേറെ ഒന്നിനെയും ഭയമില്ല. അല്ലാതെ ഈ പാമ്പായി വരുന്നവരെയും പേടിയില്ല. അതുണ്ട്. ദൈവത്തെ ഭയന്ന് ജീവിച്ചോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ദൈവത്തിന് ഭയമില്ല. ഭയമില്ല. ദൈവം നല്ല ഒരു ആ, വ്യക്തിയാണ്. ആ. നമ്മുടെ കൂടെ നമ്മൾ നിൽക്കുന്ന ആളാണ്. ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കർമ്മ കിട്ടണമെന്നുള്ളതുകൊണ്ട് അത്രേ ഉള്ളൂ അല്ലേ? നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും. അല്ലാതെ ഇയാൾക്ക് ഒന്നിനെ കുറിച്ചും ലൈഫിന്റെ ഒരു ജോബിനെ പറ്റിയോ ഒന്നിനും അങ്ങനെ ഭയമില്ല. ഒരു എന്തെങ്കിലും പ്രശ്നം ലൈഫിൽ നേരിട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? എന്തായാലും എന്ത് വന്നാലും നമ്മൾ നേരിട്ടല്ലേ പറ്റുള്ളൂ. അല്ലാതെ കൂടെയുള്ള ഇപ്പൊ എന്താ പറയാ നമ്മുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഉണ്ടാവും. അപ്പൊ അവരോട് നമ്മുടെ എല്ലാ കാര്യവും പറഞ്ഞു അവര് നമ്മളെ എപ്പോഴേലും ചതിച്ചിട്ട് പോകും എന്നൊരു ഭയം. അങ്ങനെ പലതരത്തില് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നിലും ഭയമില്ല. ലൈഫ് പാർട്ണറെ പറ്റിയോ ഭയമില്ല? ഇല്ല. ഇല്ല, ഒന്നിലും ഇല്ല. എല്ലാം മുന്നോട്ട് അല്ലെ ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെയല്ല, എല്ലാം നമുക്ക് നേരിട്ടല്ലേ പറ്റുള്ളൂ. ആ ഒരു കോൺഫിഡന്റ് മതി അല്ലെ? അപ്പൊ ഇത് ഇങ്ങനെ ഒരുപാട് എന്താ പറയാ മനസ്സ് ഡള്ളായിട്ട് അല്ലെങ്കിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരുപാട് നിങ്ങളുടെ ഈ ഒരു ഏജിലുള്ള പിള്ളേരുണ്ടാവും. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത് ഈ ഭയത്തെ പറ്റി? പലതരത്തിലെ ഭയമാണ്, മനുഷ്യന് പല രീതിയിലെ ഭയങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അന്ധവിശ്വാസത്തില്, മതപരമായ കാര്യങ്ങളില്, ഫ്യൂച്ചറിനെ പറ്റി, ഒരു ജോബിന്റെ കാര്യത്തെ പറ്റി, അല്ലെങ്കിൽ വീട്ടിലെ ഇപ്പോ എന്താ പറയാ അച്ഛനും അമ്മ, ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും പോലെ ആയിരിക്കത്തില്ല ഇന്നത്തെ അറിയത്തില്ലേ കുട്ടികളെ ഒരു റൂമിലിട്ടിട്ട് അവർ ചെയ്യുന്ന ആ ഒരു മാനസികമായും ശാരീരികമായുള്ള പീഡനങ്ങൾ പലതരത്തിലാണ്. ആ ഭയം പുറത്ത് പറയാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ അനുഭവിച്ച് ഒരു മുറിയിലിരിക്കുന്ന അല്ലെങ്കിൽ 4 ചുമരുകൾക്കുള്ളിലായിരിക്കുന്ന പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ അവരോട് എന്തായിരിക്കും തനിക്ക് പറയാനുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതം എന്തായാലും ജീവിച്ചാലേ പറ്റൂ. അതെ, പ്രതികരിക്കാം. എന്തിനായാലും ഭയം നമ്മൾ നേരിട്ടിട്ട് ആ ഭയത്തിനെ മാറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ. എല്ലാ മേഖലകളിലും അതിൻ്റെതായ അല്ലെ നിയമങ്ങളുണ്ട് അല്ലെ? അതിനു വേണ്ടി നേരിടുന്ന നമ്മുടെ സർക്കാർ എല്ലാത്തിലും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അല്ലെ? അപ്പൊ അതിനോട് കൂടെ മുന്നോട്ട് പോകും അല്ലെ? ഒന്നും പേടിച്ച് ഭയന്ന് അങ്ങനെ പോകണ്ട. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എനിക്ക് ഭയവും ഇല്ല. ഭയം ആരും വേണ്ട അല്ലെ? അങ്ങനെ ഭയപ്പെട്ടിട്ട് നമുക്ക് ആരുമില്ല. നമ്മൾ ഭയപ്പെട്ടിരിക്കുകയുള്ളൂ. ഞാൻ പറയാം മെന്റലി ഒരുപാട് പലരും ഡിഫറന്റ് ആണ്. ഫിസിക്കലി ആയാലും മെന്റലി പലരും. ഇപ്പൊ ഇയാളുടെ അതേ ക്യാരക്ടർ ആയിരിക്കത്തില്ല ഇവിടെ ഈ പാമ്പിനെ പേടിക്കുന്ന ആള്. പലരും പല ഇതാണ്. അപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചെറിയ കാര്യം പോലും ഇപ്പൊ അവിടെ പോയാൽ എനിക്ക് ഇതൊന്നും സംഭവിക്കും എന്ന് ഭയപ്പെടുന്ന പലർക്കും മെന്റാലിറ്റി വരും. നമ്മുടെ കയ്യിലെ വിരലുകൾ പോലെയാണ് പലരുടെ മനസ്സിലെ ആ ഒരു താളങ്ങളൊക്കെ പല രീതിയിലാണ്. അപ്പൊ അവരോട് എന്താണ് മെയിൻ ആയിട്ട് പറയാനുണ്ട് ഇയാൾക്ക് ഉള്ളത്? നമുക്ക് ഭയത്തെ കുറിച്ച് പറയുമ്പോ എന്താണ് പറയാനുള്ളത്? ഭയത്തെ കുറിച്ച് പറയുമ്പോ തരണം ചെയ്യുക, അത്രേ ഉള്ളൂ. തരണം ചെയ്ത് മുന്നോട്ട് പോകും അല്ലെ? എല്ലാത്തിനും ഈശ്വരനുണ്ട് അല്ലെ? വിശ്വസിക്കുന്ന ഈശ്വരനുണ്ട്. അയൽവാസികളെയാണ്. എന്താണ് കാരണം? എന്താ ചേച്ചി നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാ ഇപ്പം പറയാം അവളെവിടെയോ പോണ്. എത്ര ലേറ്റ് ആയി കഴിഞ്ഞാൽ വീട്ടുകാരെക്കാളും ഉത്തരവാദിത്വം കൂടുതൽ അവർക്കാണ്, നാട്ടുകാർക്കാണ്. അതാണ്, അല്ല വേറെ ഒരു ടെൻഷനോ ഭയവും ഇല്ല. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു നാട്ടുകാര് എന്തെങ്കിലും ആവശ്യം നിങ്ങൾ പുറത്തു പോകുമ്പോ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഇങ്ങനെയാണ് ചേച്ചി. നിങ്ങളുടെ ഏജിലുള്ളവരെല്ലാം ഭയപ്പെടുന്നത് നാട്ടുകാരെയാണ്. അവരുടെ എന്റെ ഏജിലുള്ളതല്ല, എന്റെ ഒരു ഇതില് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ എന്താ പറയാ നേരിട്ട് അതിനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുള്ളൂ ചേച്ചി. ഇപ്പൊ തന്നെ എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ലേറ്റ് ആയിട്ട് എനിക്ക് എത്തണം. കോളേജ് പറഞ്ഞായിരിക്കും. അപ്പൊ ഇച്ചിരി നേരം എടുക്കാൻ ഇത് എവിടെ പോയിട്ടായിരിക്കും പറഞ്ഞത്. അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് അവിടെ അങ്ങനത്തെ ഗ്രാമവാസീസാണ് അവിടെ. പറഞ്ഞാൽ അവരാരും എല്ലാം നമ്മളെ ചെലവ് നോക്കണം. അപ്പൊ നമ്മളാരും അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കാര്യം നമ്മളെ കാര്യം മാത്രം നമ്മളൊരു എയിം ഉണ്ടെങ്കിൽ ആ എയിമിൽ കൊണ്ടെത്തിക്കുക. നാട്ടുകാരുടെ വാക്ക് കേൾക്കാൻ പോയാൽ നമ്മളെ ജീവിതം തോലെ അത്രേ ഉള്ളൂ. നമ്മുടെ എയിം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ചിലവർ പറയും. എനിക്ക് ആ ഒരു വക വിഷമയില്ല, കാരണം അവരെ ചെലവിലൊന്നല്ല നമ്മൾ ജീവിക്കുന്നത്. മനസ്സ് കട്ടിയില്ലാത്ത പിള്ളേരുണ്ട്. അവരൊക്കെ അവരിങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ അവരെ വാക്കൊന്നും കേൾക്കാൻ പോകരുത്. അതിന്റെ ആവശ്യമില്ല. ചെവി കൊടുക്കരുത്. പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് പറയണത് കുഴപ്പമൊന്നുമില്ല. കാരണം അവര് പറയണ കേൾക്കണമെന്നില്ല. ഇപ്പം സ്വന്തം വീട്ടിലെ കാര്യം പോലും നേരെ നോക്കാതിരിക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ. തീർച്ചയായും ഇല്ല. നമ്മുടെ കാര്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ എന്തിനും ഭയക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ടതില്ല. ഇപ്പൊ നമ്മള് നോർമലായിട്ട് ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നീട് അത് കഴിഞ്ഞ് അത് നേരിടാനുള്ള വരും. അല്ലാതെ ഇങ്ങനെ എല്ലാത്തിനെയും പോസിറ്റീവ് എനർജിയിൽ കണ്ടാൽ മതി അല്ലേ? എല്ലാം ചില്ലാവും. ഒന്നില്ലെങ്കിൽ മറ്റൊന്നും വരും. വേണ്ടപ്പെട്ടത് നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ഭയമാണ്. അതാണ് ഭയം, അല്ലാതെ വേറെ ഒന്നിനും ഭയമില്ല. അതെന്താണ്? വേണ്ടപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇയാൾക്ക്? ഒരുപാട് പേര്.
ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് സഹിക്കാൻ പറ്റില്ല അല്ലേ? അത് നമ്മൾ കൂടെ കൊണ്ടു നടന്നിട്ട് കഷ്ടപ്പെടുമ്പോൾ വേദന ഉണ്ടാവും. ജോബിനെ പറ്റിയൊന്നും ഭയമില്ല. എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുമല്ലോ. ഓ അങ്ങനെയൊക്കെ ജീവിക്കും. ജീവിക്കും. അല്ലാതെ അങ്ങനെ ഭയത്തെ എടുത്തു പറഞ്ഞ പലതരത്തിലും ഉണ്ടാവില്ലേ ഭയങ്ങൾ? ഭയം അപ്പൊ എല്ലാവർക്കും ഇപ്പൊ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരാൾ വന്ന് വിളിച്ചാലും പേടിച്ചു പോകും. പേടിച്ചു പോകും. അങ്ങനത്തെ മൈൻഡ് ഉള്ളവരാണല്ലേ എല്ലാവരും? അങ്ങനെയാണ്, പാവല്ലേ. പാവമാണ്. മനുഷ്യരെ പാവങ്ങളാണ്. ആണ്. അപ്പൊ കുറച്ച് ക്രൂരത ഉള്ളവരും ഉണ്ട് ഇല്ലേ? എല്ലായിടത്തും ഇല്ലെങ്കിൽ എന്റെ മനുഷ്യനെ ഇറച്ചി വെച്ച് തിന്നൂലല്ലോ. ചതിക്കുന്നവരെ ഭയമാണ് അല്ലേ? അതായത് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഒരുപാട്. ഓക്കെ. ഇയാൾ അങ്ങനെ മെയിൻ ആയിട്ട് അങ്ങനെ അത് ഫേസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നിനെയില്ല, നാട്ടുകാരെയോ ആരെയും ഭയമില്ല. നാട്ടുകാരൊന്നും പേടിയില്ല, മൈൻഡ് ചെയ്യാറില്ല. അതിന്റെ ആവശ്യമില്ല. ഗ്രാമവാസി വേണ്ട, mind ചെയ്യണ്ട. person. അല്ലാതെ വേറെ എന്തിനാണ്? വേറെ മറ്റേ സില്ലി തിങ്സ് ആണെങ്കിൽ എനിക്ക് ശബ്ദം ഭയങ്കര പേടിയാണ്. ഓക്കെ. അങ്ങനെ മീൻസ് ചൈൽഡ്ഹുഡ് ട്രോമ. അതായത് എനിക്ക് എന്റെ ചോറൂണിന് മറ്റേ അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോ പടക്കം പൊട്ടിക്കൂലേ, അങ്ങനെ പൊട്ടിച്ച് അന്ന് പേടിച്ചതാണ്. ഇന്നും ആ പേടിയുണ്ട്. അല്ലെ ആ മൈൻഡിൽ എപ്പോഴും ദീപാവലിക്ക് മറ്റേ കാതൊക്കെ പൊത്തി അങ്ങനത്തെ ഒരു പേടിയാണ്. അപ്പൊ ഇങ്ങനെ പേടി തട്ടി പേടി സ്വപ്നങ്ങളായിട്ടിരിക്കുന്ന ഒരുപാട് പേര് ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ എന്താണ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിക്കവർ ചെയ്യാ. കാരണം അങ്ങനെ ഞാൻ മാറ്റിയൊരു പേടിയാണ്. ഞാൻ ഭയങ്കര ഓട്ടോഫോബിക് ആയിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു എല്ലായിടത്തും. പക്ഷെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് കുറെ സജഷൻസ് തന്നിട്ടും പിന്നെ ഞാൻ സ്വയം ആ സജഷൻസിൽ നിന്ന് ഞാൻ പഠിച്ച കുറെ കാര്യങ്ങൾ കാരണം ഞാൻ സ്വയം റിക്കവർ ചെയ്ത് ഞാൻ ഇപ്പൊ ഭയങ്കര ഓട്ടോ ഫൈലാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ എല്ലായിടത്തും. ട്രിവാൻഡ്രം സിറ്റിക്കകത്താണെങ്കിൽ ഇപ്പൊ ഒറ്റയ്ക്ക് പോവാൻ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്ത് വന്നു അല്ലെ, മുന്നോട്ട് വന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പേടിയുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അപ്പം ആ പേടി പതുക്കെ ആയാലും അതങ്ങ് റിക്കവർ ആവും. അത്രേ ഉള്ളൂ. അല്ല ഒന്നിനെ കുറിച്ചും അല്ലെ ഭയം വേണ്ട. ഈശ്വരന് ഭയന്നാ മതി അല്ലെ? ഈശ്വരനെ ഭയക്കണ്ട. ഈശ്വരൻ കൂടെ വേണ്ടേ? അപ്പൊ എല്ലാരും പറഞ്ഞു പോസിറ്റീവ് എനർജി വേണം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം വേണ്ട. ഇന്നത്തെ വോയിസ് ഓഫ് യൂത്ത് എന്ന പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.